Happy birthday, Unda. Happy birthday, Unda. Happy birthday, Unda. Happy birthday, Unda. Thank you. Birthday എന്റെ രണ്ടാമത്തെ ചേച്ചി മിണ്ടാണ്ടിരിക്കും. ബർത്ത്ഡേ ആയിട്ട് എന്റെ രണ്ടാമത്തെ ചേച്ചി എനിക്ക് ഉണ്ടാക്കി തന്ന കറിയാണ് കേട്ടോ. ഉരുളൻകിഴങ്ങ് ബീട്രൂട്ട് ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഈ ഉപ്പേരിയുടെ അവളുടെ ഫാനാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടേ അങ്ങനെ ഞങ്ങളുടെ ആൻറ്റിയുടെ അമ്മ മരിച്ചിട്ട് 41 ദിവസമായ ഒരു പരിപാടി ഉണ്ടായിട്ടാ. അപ്പം അതിന് വന്നു. പള്ളിയിലേക്ക് എത്താനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ പള്ളി കഴിഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് എത്തിയത്. അവർക്ക് ഇന്ന് നോയമ്പ് വീഴുന്നത് കൊണ്ടേ എന്തെങ്കിലും നോണായിരിക്കണം ഫുഡ്. അപ്പോൾ അത് കാരണം വന്ന് അവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഉണ്ണിയോളൊക്കെ വന്നപ്പോൾ അവരെയും കൊണ്ട് ഹൈലൈറ്റ് മാളിൽ പോവാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. എൻ്റെ ബർത്ത്ഡേക്ക് ഒരാഴ്ച മുന്നേ തന്നെ ഇവർ പ്ലാൻ ഇടുന്നുണ്ട്, നമുക്ക് നിൻ്റെ ബർത്ത്ഡേയുടെ ഒന്ന് ഹൈലൈറ്റ് മാളിൽ പോവാൻ, വെറുതെ ഉണ്ണിയോളയും കൊണ്ടുപോയി കളിപ്പിക്കാം, സെലിബ്രേഷനൊന്നും അല്ല എന്നൊക്കെ. അപ്പം തന്നെ അറിയാം ഇവരവിടെ എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ സർപ്രൈസ് ഞാൻ പൊളിച്ചു, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു കേട്ടോ. അങ്ങനെ തക്കുടും കൂടിയിട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ കറക്റ്റ് സമയം ഇറങ്ങുന്ന സമയത്ത് തക്കുടുവിന് വർക്ക് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. ഗൈസ്, എൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് തരാൻ കൊണ്ടുപോവാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ സർപ്രൈസ് ഇപ്രാവശ്യവും പൊട്ടിപ്പാളീസായിട്ടുണ്ട്. ഞങ്ങൾ വണ്ടിയിൽ കയറിയപ്പോഴേ ഉണ്ണിയോള് ഹൈലൈറ്റ് മാൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ഹൈലൈറ്റ് മാളിലേക്ക് എന്നെ പോണേ മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഹൈലൈറ്റ് മാളോ? ഹൈലൈറ്റ് മാളല്ലല്ലോ, ഗ്രില്ലാക്സ് എന്നല്ലേ പറഞ്ഞേക്കണ, ലൊക്കേഷൻ കിടക്കുന്നത് ഗ്രില്ലാക്സിലാണല്ലോ. അപ്പം എനിക്ക് മനസ്സിലായി സർപ്രൈസ് എന്ന്. അത് ഞാൻ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നെ തന്നെ മെഴുകുതിരി മേടിക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വിട്ടു കേട്ടോ അവർ. ഞാൻ കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് കേട്ടോ ഗ്രില്ലാക്സ്. എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മേളിലായി ഞാൻ അവരോട് പറയണത് നമുക്ക് പോവാം. പക്ഷെ ഇതുവരെ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് എനിക്കപ്പോൾ ഭയങ്കര വലിയൊരു സർപ്രൈസ് തന്നെയായിട്ടാണ്. കാരണം എനിക്കിഷ്ടമുള്ളൊരു സ്ഥലം, ഞാൻ കുറേ നാളായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരെന്നെ ഈ ബർത്ത്ഡേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഉണ്ണികളൊക്കെ ഉള്ള കാരണേ ഇവിടെ നിന്ന് മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണം. അത് കാരണം ഞങ്ങൾ ചെന്ന വഴിക്ക് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കിട്ടി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചൊരു പകുതി ആയപ്പോഴാണ് കേട്ടോ തക്കുട് വരണേ. ഞാൻ അവിടെ ചെന്ന് കഴിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ഫുഡാണ് കേട്ടോ ഇൻഫ്യൂസ്ഡ് ചിക്കൻ. അതും ആൽഫ്രഡോ ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിച്ചു. സത്യം പറയാലോ വയ്ക്കാൻ കൊള്ളില്ല കേട്ടോ. എനിക്കത് കഴിച്ചിട്ട് ഛർദ്ദിക്കാൻ വന്നിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ പ്രാവശ്യവും കേക്കല്ലേ മുറിക്കുക, അപ്പോൾ ഇപ്രാവശ്യം കേക്ക് വേണ്ട, പകരം സ്റ്റിക്കി ടോഫി ആക്കാമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് അത് മുറിച്ചും തക്കുടും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബർത്ത്ഡേ വ്ളോഗ്.